എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെ.കെ. പൊതുവേ നമ്മൾ പറയാറുണ്ട്, നമ്മൾക്ക് ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരവസരം കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടുമ്പോൾ ഒരു പണി കൊടുക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പണി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഈ കൊച്ചു കഥയിലെ സന്ദേശം. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും പരിവാരങ്ങളും എല്ലാവരുമായിട്ട് മൃഗയാ വിനോദത്തിന് പോയി. അപ്പോൾ അങ്ങനെ മൃഗയാ വിനോദത്തിന് പോയി അടിച്ച് പൊളിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ആർത്ത് ഉല്ലസിച്ച് അങ്ങനെ നടക്കുകയാണ് എല്ലാവരും കാട്ടിൽ കൂടെ. മാനിനെ അമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രാജാവ് അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ആ മാനിനെ അമ്പ് ചെയ്തതിൻ്റെ ആ ഒരു വർണ്ണനകളും ഒക്കെ ആയിട്ട് അങ്ങനെ ആർത്ത് ഉല്ലസിച്ച് ഇവർ പോകുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് എന്തുണ്ടായി? ഒരു ഒരു കൊള്ളസംഘം ഇവരെ ആക്രമിച്ചു. ഈ കൊള്ളസംഘം ഇവരെ ആക്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? മന്ത്രി എന്ത് ചെയ്തു? പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ട് ചെയ്തു. മന്ത്രി വിചാരിച്ചു, ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും. യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൽ അയാൾക്ക് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഓടി വനത്തിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ ഓടി ക്ഷീണിച്ച് അയാൾ ഒരു മരത്തണലിൽ വന്ന് ആ മരത്തണലിലിരുന്ന് അയാൾ അങ്ങനെ ദീർഘനിശ്വാസം വിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് അതാ ഒരു സിംഹം വരുന്നു. സിംഹത്തിനെ കണ്ടതും ഈ മന്ത്രി പേടിച്ചിട്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. മരത്തിൻ്റെ മുകളിലേക്ക് പകുതി ദൂരം കയറിയപ്പോഴാണ് മന്ത്രി അറിയുന്നത് അതിൻ്റെ മുകളിൽ ഒരു കരടി ഇരിക്കുന്നു. അപ്പോൾ മന്ത്രിക്ക് താഴത്തേക്ക് ഇറങ്ങാനും വയ്യ, മുകളിലേക്ക് കയറാനും വയ്യ. പക്ഷേ ഈ കരടി പറഞ്ഞു, സുഹൃത്തെ പേടിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഈ ചില്ലയിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മന്ത്രി കയറി അവിടെ ആ ചില്ലയിൽ മന്ത്രിയും ഇരിപ്പുറപ്പിച്ചു. താഴത്തോ സിംഹം കാവലിരിക്കുകയാണ്. സിംഹത്തിന് വിശക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരേ ഇരയെ കിട്ടാതെ സിംഹം എങ്ങനെ തിരിച്ചു പോകും? അപ്പോൾ സിംഹം എന്ത് ചെയ്തു? അവിടെ താഴ്ത്തിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കരടി ഇങ്ങനെ പതുക്കെ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അപ്പോൾ കരടി ഉറക്കം തൂങ്ങുന്ന കണ്ടപ്പോൾ ഈ സിംഹം ഈ മനുഷ്യനോട് പറഞ്ഞു, നോക്ക്, ആ കരടി ഉറക്കം തൂങ്ങുകയാണ്. ഈ സമയം നോക്കിയിട്ട് നിനക്ക് എന്ത് ചെയ്യാം? ആ കരടിയെ ഒന്ന് പിടിച്ച് ഉന്തി താഴ്ത്തിക്കിട്ട് തരാം. അങ്ങനെ ഉന്തി താഴ്ത്തിട്ടാൽ എന്താ, ഞാൻ കരടിയെ കഴിച്ച് എൻ്റെ വിശപ്പും തീരും, നിനക്ക് രക്ഷപ്പെടുകയും ചെയ്യാം, നിനക്ക് നിൻ്റെ പാട്ടിന് പോവാം. ഇത് കേട്ടപ്പോൾ ഈ മന്ത്രി വിചാരിച്ചു, അത് കൊള്ളാലോ, അതൊരു നല്ല ഐഡിയ അല്ലേ, ഈ കരടിയെ പിടിച്ച് താഴ്ത്തിട്ട് കൊടുത്താൽ എനിക്ക് രക്ഷപ്പെടാലോ. അപ്പോൾ എന്ത് ചെയ്തു? മന്ത്രി പതുക്കെ 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 കരടിയുടെ അടുത്ത് വന്നിട്ട് ഈ കരടിയെ പിടിച്ച് ഒറ്റ ഉന്തിയതും കരടിക്ക് ഈ പല മരങ്ങളിൽ കയറിയിട്ടും ചില്ലകളിൽ ചാഞ്ചാടിയിട്ടും ഒക്കെ നല്ല ശീലമാണല്ലോ. അതുകൊണ്ട് കരടി നല്ല ഒരു സർക്കസുകാരനെ പോലെ ആ ചില്ലയിൽ പിടിച്ച് തിരിച്ച് കരടി അവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ സിംഹം പറഞ്ഞു, നോക്ക്, നീ അയാളുടെ സ്വഭാവം കണ്ടതല്ലേ, അയാൾ നിന്നെ എന്താ ചെയ്തേ? നിന്നെ തള്ളിയിടാൻ നോക്കിയല്ലേ? അതേപോലെ ഇപ്പം നീ അയാളെ തള്ളിയിട്ടാൽ ഞാൻ എൻ്റെ വിശപ്പ് മാറ്റി ഞാൻ പോയിക്കോളാം, നീ അയാളെ തള്ളിയിടുമെന്ന് പറഞ്ഞു. നിനക്കിതിപ്പോൾ കിട്ടിയ ഒരു അവസരമാണ്, അയാൾക്ക് ഇട്ടിട്ട് പണിയാൻ നിനക്ക് കിട്ടിയ ഒരു അവസരമാണ്. അതുകൊണ്ട് നീ ആ അവസരം പാഴാക്കണ്ട. ഇപ്പം അയാളെ തള്ളിയിട്ടാൽ നല്ലതാണ്, എൻ്റെ വിശപ്പ് മാറും, എനിക്ക് പോവുകയും ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കരടി പറഞ്ഞു, നോക്കൂ, അത് അയാളുടെ സ്വഭാവം, അയാളുടെ ധർമ്മം, അല്ലെങ്കിൽ അയാൾ പഠിച്ചത് അങ്ങനെയാണ്, അയാളുടെ സംസ്കാരം അയാളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, അത് അയാൾ ചെയ്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഞാൻ എൻ്റെ സംസ്കാരം വേറെയാണ്. എനിക്കിപ്പോൾ അയാളെ പകരം വീട്ടാൻ വേണ്ടി അയാളെ ഉന്തിയിടണമെന്ന് യാതൊരു താല്പര്യവുമില്ല, കാരണം എൻ്റെ സംസ്കാരം അതല്ല. അപ്പോൾ എന്താ, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തിൽ ഇരിക്കുക. അതല്ലാതെ നമ്മളെന്താ, ഒരാൾ നമ്മളോട് ചെയ്തു അതിനൊരു പകരം വീട്ടേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അങ്ങനെ ഒരു കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.